കൊയിലാണ്ടിയിലെ ആനക്കലിയുടെ കാരണം അന്വേഷിച്ച് വനം വകുപ്പ്. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ. പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ആന വിരണ്ടത് പടക്കം പൊട്ടിയതിനെ തുടർന്നെന്ന വാദം തള്ളി ഉത്സവ കമ്മിറ്റി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതിരപ്പിള്ളിയിൽ മുറിവേറ്റ ആനയ്ക്കുള്ള ചികിത്സ നൽകാൻ ദൌത്യം ഇന്ന് തുടങ്ങും. ആനയെ നിരീക്ഷിച്ച് ഡോക്ടർ അരുൺ സഖറിയും സംഘവും. ആനയ്ക്കായി കോടനാട്ട് പ്രത്യേക സംവിധാനം. മോദിയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിൽ ഇളവ് നൽകാതെ ട്രംപ്. വ്യാപാര ബന്ധം ഇരട്ടിയാക്കും. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ട്രംപിന് മോദിയുടെ പിന്തുണ. തഹാവൂർ റാണയുടെ കൈമാറ്റം വേഗത്തിലാക്കും. പാലാ നഗരസഭയിൽ UDFന്റെ അവിശ്വാസ പ്രമേയത്തിന് മുൻപ് നാടകീയ നീക്കങ്ങൾ. ചെയർമാനായ സ്വന്തം പാർട്ടി അംഗത്തെ പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം. ചെയർമാൻ ഷാജു തുരുത്തൻ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് മുന്നറിയിപ്പ്. രാജിയില്ലെന്ന് ഷാജു തുരുത്തേൽ. കയർ ബോർഡിൽ ജോളി മധുവിന് തൊഴിൽ പീഡനം നേരിട്ടെന്ന് സഹപ്രവർത്തകരുടെ മൊഴി. കാര്യങ്ങൾ അറിയിച്ചത് കേന്ദ്ര അന്വേഷണ സമിതിക്ക് മുന്നിൽ. കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും.